പാതിരാ നാടകം നടത്തിയ മന്ത്രി MP രാജേഷും അളിയനും കൂടി നടത്തിയെന്ന് ഞാൻ പറഞ്ഞു. രണ്ടുപേരും കൂടി നടത്തിയത്. ജനങ്ങളോട് മാപ്പ് പറയണം. അവരോട് രണ്ടുപേരോടും മാപ്പ് പറയണം. രാത്രി 12:30-ക്കാണ് അവരുടെ മുറിയിൽ ഒരു വനിതാ പോലീസുകാരി ഇല്ലാതെ, സെർച്ച് വാറണ്ട് ഇല്ലാതെ ഈ വൃത്തികേട് കാണിച്ചത്. 6 കാര്യങ്ങൾ അവർക്ക് എതിരായി തിരിച്ചു വന്നു. ഒന്ന് കത്ത് നാടകം, ഒന്ന് പാതിരാ നാടകം, 3 പെട്ടി നാടകം, പിന്നെ സ്പിരിറ്റ് നാടകം, പിന്നെ പരസ്യ നാടകം, ഇല്ലേ, പിന്നെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച വിവാദം. 6 കാര്യങ്ങൾ CPM ഉണ്ടാക്കി. BJPക്കെതിരെയല്ല, കോൺഗ്രസിനെതിരെ. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് കോൺഗ്രസിനെ തോപ്പിച്ച് BJP ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അപ്പോൾ ഇതെല്ലാം ഇതിന് ഉത്തരവാദികളായ ആള് മന്ത്രി MP രാജേഷാണ് അതിന് ഉത്തരവാദി. അദ്ദേഹത്തിൻ്റെ അളിയനെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. മന്ത്രി മാപ്പ് പറയണം. പൊതുസമൂഹം CPM-ഉം മാപ്പ് പറയണം. പാതിരാ നാടകം നടത്തിയ മന്ത്രി MP രാജേഷും അളിയനും കൂടി നടത്തിയെന്ന് ഞാൻ പറഞ്ഞു. രണ്ടുപേരും കൂടി നടത്തിയത്. ജനങ്ങളോട് മാപ്പ് പറയണം. അവരോട് രണ്ടുപേരോടും മാപ്പ് പറയണം. രാത്രി 12:30-ക്കാണ് അവരുടെ മുറിയിൽ ഒരു വനിതാ പോലീസുകാരി ഇല്ലാതെ, സെർച്ച് വാറണ്ട് ഇല്ലാതെ ഈ വൃത്തികേട് കാണിച്ചത്. 6 കാര്യങ്ങൾ അവർക്ക് എതിരായി തിരിച്ചു വന്നു. ഒന്ന് കത്ത് നാടകം, ഒന്ന് പാതിരാ നാടകം, 3 പെട്ടി നാടകം, പിന്നെ സ്പിരിറ്റ് നാടകം, പിന്നെ പരസ്യ നാടകം, ഇല്ലേ, പിന്നെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച വിവാദം. 6 കാര്യങ്ങൾ CPM ഉണ്ടാക്കി. BJPക്കെതിരെയല്ല, കോൺഗ്രസിനെതിരെ. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് കോൺഗ്രസിനെ തോപ്പിച്ച് BJP ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അപ്പോൾ ഇതെല്ലാം ഇതിന് ഉത്തരവാദികളായ ആള് മന്ത്രി MP രാജേഷാണ് അതിന് ഉത്തരവാദി. അദ്ദേഹത്തിൻ്റെ അളിയനെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. മന്ത്രി മാപ്പ് പറയണം. പൊതുസമൂഹം CPM-ഉം മാപ്പ് പറയണം.